എല്ലാവർക്കും നമസ്കാരം. ഈ ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അതായത് മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് പകരം പിന്നോട്ട് സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഈ വക്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സാധാരണഗതിയിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഏത് ഗ്രഹമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ശനിയുടെ ഈ സഞ്ചാരം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരേ ഒരു രാശി അത് മേടം രാശിക്കാണ്. അതായത് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക്. മാത്രമല്ല, ഇവർക്കിപ്പോൾ 7.5 ശനിയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതായത് 2025 നവംബർ മാസം 28-ാം തീയതി വരെ ശനി ഇപ്രകാരം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല അവിചാരിത സംഭവങ്ങൾക്കും ഇവർ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൽ ഗുണങ്ങളും ഉണ്ടാകാം, ദോഷങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ജ്യോതിഷശാസ്ത്രം ശനിയെ ശനീശ്വരൻ എന്ന് വിളിക്കാൻ കാരണം ഈ ദൈവങ്ങളെക്കാൾ ബലവാനാണ് ശനി എന്നതുകൊണ്ടാണ്. ഈ എത്ര നീചഗ്രഹമായിട്ട് പോലും ശനിയെ ശനീശ്വരൻ എന്ന് നാമകരണം ചെയ്യാനായുള്ള ആ ഒരു പ്രധാന കാരണം. ഇത് പ്രത്യേകിച്ചും ഈ ശനി നിൽക്കുന്ന രാശി ഏത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, ഇതെല്ലാം ഈ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ആദ്യം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന ദോഷങ്ങൾ എന്നൊന്ന് പറയാം. അതെന്തുകൊണ്ടെന്നാൽ ഈ ഗുണത്തേക്കാൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ദോഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമതായിട്ടുള്ളത്, നിങ്ങൾക്ക് ചിലവുകൾ കൂടും. അതായത് അപ്രതീക്ഷിതമായി ധാരാളം പണം ചിലവാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് ഉറപ്പായി മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നന്നായി ആലോചിച്ച് മാത്രം ഈ കാലയളവിൽ തീരുമാനങ്ങൾ എടുക്കുക. ഇനി അടുത്തത് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും. ചെയ്യുന്ന കാര്യങ്ങളിൽ പല തടസ്സങ്ങളും കാലതാമസവും തീർച്ചയായിട്ടും ദൃശ്യമാകും. ഇത് നിങ്ങൾക്ക് മാനസികമായി അല്പം ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. പറയാൻ കാരണം, ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ല മാനസിക ബലം ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും നിങ്ങളെ ബാധിക്കാനിടയില്ല. അല്ലാത്ത പക്ഷം വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇത് ഇടയാക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല ക്ഷമയോടും ശ്രദ്ധയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം. ഇനി അടുത്തത് ബന്ധങ്ങളിൽ വന്നു ചേരുന്ന അകൽച്ച. അതായത് ഈ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ സഹോദര സ്ഥാനങ്ങളിലുള്ളവരുമായിട്ട് ആദ്യം തുടങ്ങുന്ന ചെറിയ അകൽച്ച അത് പിന്നീട് വലിയൊരു വഴക്കിലേക്ക് വന്ന് കലാശിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ 7.5 ശനിക്കാലവും അതുപോലെ തന്നെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയവും. പറയാൻ കാരണം, നിസ്സാരം എന്ന് തോന്നുന്ന പല വിഷയങ്ങളും അത് അതികഠിനമായി മാറാൻ വളരെയധികം സാധ്യതയുണ്ട്. അതായത് വളരെ പെട്ടെന്നായിരിക്കും ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്ന് സാരം. പ്രത്യേകിച്ചും ഈ ചെറിയ രോഗങ്ങളെ പോലും അവഗണിക്കാതെ തദവസരത്തിൽ തന്നെ അതിന് ചികിത്സ തേടുന്നത് നന്നായിരിക്കും. ഇതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി അടുത്തത് യാത്രാ ദുരിതങ്ങൾ. അതായത് ഈ യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ചും ദൂരയാത്രകൾ ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ പോകുന്ന വാഹനങ്ങൾ കേടാവുക, അല്ലെങ്കിൽ യാത്രാമധ്യേ തസ്കര ശല്യം മൂലം ധനവും മറ്റു വിലപ്പെട്ട വസ്തുവകകളും നഷ്ടപ്പെട്ടു പോകുക. ഇങ്ങനെയുള്ള ദുരിതങ്ങളെല്ലാം യാത്രാവേളകളിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ അശ്രദ്ധ മൂലം സംഭവിക്കാൻ തീർച്ചയായും യോഗം കാണുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ഓർക്കുക, അശ്രദ്ധ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വലിയൊരു പരിധിവരെ അത് നിയന്ത്രിച്ച് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫലപ്രവചനങ്ങളെ നിങ്ങൾ യാതൊരു കാരണവശാലും നെഗറ്റീവായിട്ടല്ല എടുക്കേണ്ടത്, അതൊരു പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്.
അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോഴും ഇപ്പോൾ ഈ 7.5 ശനി അനുഭവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനായി പറയാനുള്ളത്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഈ വരുന്ന നവംബർ മാസം 28-ാം തീയതിക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളെക്കുറിച്ചുമാണ് ഇനി പറയാൻ പോകുന്നത്. ഇതൊരു പക്ഷേ മുഴുവനായും നിങ്ങൾക്ക് ഈ പറഞ്ഞ ജീവിത മാർഗമധ്യേ സംഭവിച്ചില്ലെങ്കിൽ പോലും ഇതിൽ പറയാൻ പോകുന്ന പകുതി കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ അനുഭവത്തിൽ വന്നിരിക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൽ നേട്ടങ്ങളായിട്ട് എടുത്തു പറയാനുള്ളത്, വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക്, അതായത് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ പ്രത്യേകിച്ചും ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും ഈ കാലയളവിൽ അവർ ഏർപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലയിലും അവർക്ക് ഉന്നത വിജയം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥതയോടുകൂടിയും അതുപോലെ തന്നെ നല്ല കാര്യക്ഷമതയോടും കൂടി ചെയ്തു തീർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത്, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത. ഈ ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ കാലയളവിൽ അപ്രതീക്ഷിത ധനലാഭം, അതുപോലെ തന്നെ പൂർവിക സ്വത്ത്, പിന്നെ ഈ ലോട്ടറി ഭാഗ്യം പോലുള്ള നറുക്കെടുപ്പുകളിൽ നിന്നെല്ലാം വൻ തുക സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് എത്രയധികം എന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതു തരം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും അതിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ തീർച്ചയായും കരഗതമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു സ്ഥിരത എന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങളിലുള്ള സർവ്വവിധ താളപ്പിഴകളും അകന്നു മാറി ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് ഈ കാലയളവിൽ വന്നു ചേരുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ചും ഈ 7.5 ശനി കാലഘട്ടമായതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ ചില ദോഷങ്ങൾ ഓൾറെഡി നിങ്ങൾക്കുണ്ടാകാമെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് ഈ കാലഘട്ടം അത് അനുകൂലമായിട്ട് തന്നെ മുന്നോട്ട് പോയിരിക്കും. അതായത് ജോലിയുടെ ആ മേഖലയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഒരുപോലെ പോസിറ്റീവായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിത്തീരും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് നിങ്ങളുടെ ആത്മവിശ്വാസം. ഈ ശനിയുടെ അനുകൂല സ്ഥാനം നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ആ ഒരു മനക്കരുത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പറയാൻ കാരണം ഇത് വളരെ വ്യക്തമായിട്ട് രാശിഫലത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സാമൂഹിക ബഹുമാനം, അതായത് ഈ സത്യസന്ധമായ പ്രവർത്തികളിലൂടെ സമൂഹത്തിൽ അംഗീകാരവും ബഹുമാനവും നേടാൻ നിങ്ങൾക്ക് അവസരങ്ങൾ അത് നിരവധി വന്നു ചേരും എന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇത് എടുത്തു പറയാൻ കാരണം ഇതുവരെ നിങ്ങളെ അംഗീകരിക്കാത്ത ആളുകൾ പോലും ഈ കാലയളവിൽ ജോലി സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശരി നിങ്ങളെ അംഗീകരിക്കുന്നൊരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് വിദ്യാഭ്യാസ നേട്ടങ്ങൾ. ഇതിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഈ ശനീശ്വരൻ്റെ അനുഗ്രഹം അവരെ തീർച്ചയായും തുണയ്ക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അവസാനമായി പറയാനുള്ളത് പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അയ്യപ്പ സ്വാമിയെ ഭജിക്കുക. ഈ ശനിയുടെ അതിദേവതയാണ് ധർമ്മശാസ്താവ്. അതിനാൽ ഈ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങൾ ദർശനം നടത്തി അവിടെ നിങ്ങൾക്കൊണ്ടാകുന്ന വഴിപാടുകൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതായത് നീരാഞ്ജനം, എള്ളുതിരി എന്നിവ കത്തിക്കാവുന്നതാണ്. അതിനോടൊപ്പം എള്ളുപായസം വഴിപാടായി സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പ്രത്യേകിച്ചും ശനി ഗായത്രി ജപിക്കുന്നതും ഉത്തമമായിരിക്കും. അതിനോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കഴിയുന്നത്ര ദാനധർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കും എന്നാണ് കാണുന്നത്. അതായത് പാവപ്പെട്ടവരെയും വൃദ്ധരെയും സഹായിക്കുന്നത് ശനിപ്രീതിക്ക് വളരെ നല്ലതാണ്. മാത്രവുമല്ല ശനിയാഴ്ചകളിൽ അന്നദാനം നടത്തുന്നതും ഉത്തമമായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ 7.5 ശനി കാലഘട്ടത്തിലും അതുപോലെ തന്നെ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളുമായിട്ട് നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ വരുന്ന നവംബർ മാസം 28-ാം തീയതിക്കുള്ളിൽ ഈ പറഞ്ഞ പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേർന്നിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.